നമുക്ക് സദ്യയിലൊക്കെ വിളമ്പുന്ന പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചെറുതായൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കുക. ഇതൊന്ന് തണുക്കാനായി മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. മുന്തിരി നല്ലതുപോലെ ഒന്ന് വീർത്ത് തുടങ്ങുന്ന സമയത്ത് ഇതും കോരി മാറ്റി വയ്ക്കുക. ഇനി തണുക്കാനായി മാറ്റി വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് 4-5 തവണ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലിലും ലോ ഫ്ലെയിമിൽ 2 വിസിലിലും കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 6-7 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നന്നായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. തേങ്ങയുടെ 2ാം പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1ാം പാല് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇത്രയും ചേർക്കുക. ഇതോടൊപ്പം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപ്പ് പ്രഥമൻ റെഡി.